കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര. അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിച്ചു. പോകുന്ന വഴിയുടെ മനോഹാരിത അത് വയനാട് വഴിയാകുമ്പോൾ മാറ്റുകൂടും. തൃശ്ശൂരിൽ നിന്നും ആരംഭിച്ച് താമരശ്ശേരി ചുരം വഴി കൽപ്പറ്റ കൂടി കാട്ടുവഴിയിലൂടെ തിരുനെല്ലിയിലേക്ക് യാത്രാമധ്യേ വഴിമുടക്കിക്കൊണ്ട് ടിപ്പർ ലോറി ചെല്ലിയിറക്കുന്നു. 10-15 മിനിറ്റ് നഷ്ടമായെങ്കിലും കാഴ്ച നല്ലതായിരുന്നു. തിരുനെല്ലി ക്ഷേത്രം അടുക്കും തോറും ആദിവാസി കൂട്ടരുടെ പശുക്കളും മേക്കലും റോഡിലേക്ക് കാട് വെട്ടിത്തെളിക്കലും കണ്ടു. ഞങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്തത് തിരുനെല്ലി ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ മുൻപായി KTDCയുടെ ടാമറൻ ഹോട്ടലാണ്. അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യമുള്ളതും വൃത്തിയുള്ളതും സ്പേഷ്യസുമായിട്ടുള്ള റൂമാണ് ലഭിച്ചത്. തിരുനെല്ലി ക്ഷേത്രം ഉച്ചയ്ക്ക് 12:30 അടച്ച ശേഷം പിന്നെ ഈവനിംഗ് 5:30 തുറന്ന് 8 മണിയോടെ അടയ്ക്കും. ഞങ്ങൾ എത്തിയപ്പോൾ 3 മണി ആയിട്ടുണ്ടായിരുന്നു. അമ്പലവും പരിസരവും ചുറ്റിക്കണ്ട ശേഷം പഞ്ചതീർത്ഥ കുളവും കണ്ട് പാപനാശിനിയിലേക്ക് നടന്നു. അമ്പലം 5:30 ശേഷമല്ലേ തുറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ആ പവിത്രമായ വെള്ളം തൊട്ടനുഭവിക്കാനും ആ പവിത്രതയിൽ അല്പനേരം സമയം ചെലവഴിക്കാനും കഴിഞ്ഞു. ചിറക്കൽ രാജാവിന്റെ പത്നി വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ അല്പം വെള്ളം ചോദിച്ചപ്പോൾ അന്നത്തെ ശാന്തിക്കാരൻ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിക്കുകയും പിന്നീട് ക്ഷേത്രത്തിലേക്കുള്ള ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം ചെയ്യുകയുള്ളൂ എന്ന പ്രതിജ്ഞയുടെ ഫലമായി ഉണ്ടായ കരിങ്കൽ പാത്തിയുടെ നിർമ്മാണം വളരെ കൗതുകകരമായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും ത്രിമധുരവും നെയ്പായസവും വാങ്ങി ഇരുട്ടുന്നതിന് മുമ്പ് ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ ഞങ്ങൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുള്ള ചിക്കൻ കറിയും എഗ് ചില്ലിയും ചപ്പാത്തിയും കൂടെ കഴിച്ച് റൂമിന്റെ ഉമ്മറത്ത് അല്പനേരം വിശ്രമിച്ച ശേഷം ഉറങ്ങി.